ഇന്നലെ നല്ല ഫ്രഷ് വഴുതനങ്ങ കിട്ടി കേട്ടോ. ഒരു 1/2 കിലോളം വാങ്ങിച്ചിരുന്നു. നല്ല പിഞ്ച് വഴുതനങ്ങ കണ്ടില്ലേ. അപ്പോൾ ഞാനത് ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ. അതിൽ കേടൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കോളണം കേട്ടോ. അരിഞ്ഞ് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ കടുകൊക്കെ വറുത്തിട്ട് ആ വെളിച്ചെണ്ണയിലിട്ടാട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ശരിക്കും ഒരു 3-4 മിനിറ്റ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നന്നായിട്ട് വഴറ്റി അത് ഏകദേശം ഒരു പകുതി വേവ് ഈ വെളിച്ചെണ്ണയിൽ തന്നെ വെന്ത് വരണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുക്കറിൽ കുറച്ച് തുവരപ്പരിപ്പ് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ ഇപ്പോൾ ഈ വഴുതനങ്ങ വഴറ്റാൻ വേണ്ടി ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കാം. ഏകദേശം ഒരു 3 സ്പൂൺ, ചെറിയ സ്പൂണിനാകുമ്പോൾ വലിയ ഞാൻ എൻ്റെ ഒരു തവി കണക്കുണ്ട്. ഈ തവി കേട്ടോ എൻ്റെ ഈ കറിക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന സാമ്പാർ പൊടിയുടെ അളവ്. കാരണം അപ്പോൾ എനിക്കത് പാകമായിരിക്കും. പിന്നെ കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ആ പരിപ്പും കൂടി ചേർക്കാൻ പോകാം കേട്ടോ. അപ്പോൾ പരിപ്പും ചേർത്ത് വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ശരിക്കും തിളപ്പിക്കാം. ഒരു 4-5 മിനിറ്റ് തിളച്ചോട്ടെ. കാരണം ആ വഴുതനങ്ങയും പുളിയും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരണ്ടേ. പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വഴുതനങ്ങ സാമ്പാർ റെഡിയായി. അപ്പോൾ ഇന്ന് ഞാൻ ഈ കറിയായിട്ട് വെച്ചത്.